ഹായ് ടാറ്റ്ലോസ്. ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സുമാർക്കാണ്. മനീഷണ്ണൻ ആൻഡ് പ്രഭു ബ്രോ. അപ്പോൾ ഇവിടെ അല്ല, ചെന്നൈയിലാണ് വർക്ക് ചെയ്യണത്. ഫൈറ്റ് മാസ്റ്റേഴ്സ് ആണ്. മൂവിയിലൊക്കെ ഡൂപ്പൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ആട് ത്രീൻ്റെ ലൊക്കേഷനിൽ ഷൂട്ടിന് വന്നപ്പോൾ പാലക്കാട് നിന്ന് ടാറ്റു അടിക്കണമെന്നൊരു മോഹം ഉണ്ടായിട്ടാണ് പെട്ടെന്ന് സ്റ്റുഡിയോയ്ക്ക് വരുന്നത്. ആൾ ഓൾറെഡി ഒരു ടാറ്റു ചെയ്തിട്ടുണ്ട് ഒരു 10-15 വർഷം മുന്നേ ബാങ്കോങ്ങിൽ നിന്ന്. അതൊരു ട്രൈബൽ ടൈപ്പ് ഡിസൈനാണ്. അപ്പോൾ അന്നത്തെ കാലം അറിയാമല്ലോ. അപ്പോൾ ആ സമയത്ത് നല്ല റേഞ്ച് ആയിട്ടുള്ള ഒരു സാധനം തന്നെ ചെയ്ത്. ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല, ഡാമേജ് ഒന്നും ആയിട്ടില്ല. ഫൈനാണ്. ടച്ചപ്പ് ചെയ്ത് കുറച്ച് അറ്റാച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കിടുവായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിണ്ണം സാധനമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസൈൻ സെറ്റ് ചെയ്യാനുള്ള ചർച്ചയിലാണ് നമ്മൾ. അപ്പോൾ മൂപ്പരെ കയ്യിൽ ഐഡിയാസ് ഉണ്ട്, കുറേ ഐഡിയാസ് റെഫറൻസ് എനിക്ക് കാണിച്ചു തന്ന്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാനൊരു കിഡിലൻ ഡിസൈൻ ആൾക്ക് കംപ്ലീറ്റ്ലി കസ്റ്റമായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലൊക്കെ പുറമെ ഇതിൽ നല്ലൊരു പണിയും എനിക്ക് നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് എന്താണെന്ന് ഞാൻ ലാസ്റ്റ് ഫൈനലി നിങ്ങളോട് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അപ്പോൾ ആൾ ഒരു ബോഡി ബിൽഡറും ആണ്, അതേപോലെ തന്നെ ഹെൽത്ത് ഫൈറ്റേഴ്സ് ആണല്ലോ. അപ്പോൾ കുറേ മാർഷൽ ആർട്ടും കാര്യങ്ങളൊക്കെ പഠിച്ച് ബോഡി നല്ല സെറ്റായി നോക്കുന്ന ഒരാളാണ്. അപ്പോൾ ആൾ എനിക്ക് കാണിച്ചു തന്നത് ഒരു ഫോറിൻ ആളുകളെ കുറച്ച് റെഫറൻസ് ആണ്. ആൾക്ക് ഫില്ലഡ് ആയിട്ടുള്ള വർക്കാണ് വേണ്ടത്. ട്രൈബൽ ടൈപ്പ് ബ്ലാക്കി ആയിട്ടുള്ള ഡിസൈനാണ് ആൾ നോക്കി വെച്ചത്. അപ്പോൾ നമ്മളങ്ങനെ ഐഡിയാസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവർ ജസ്റ്റ് ഒരു ഫില്ലറാണ് സംഭവം, ഒരു ഫില്ലറായിട്ടുള്ള ഒരു സാധനം. അപ്പോൾ അത് പ്ലെയിൻ ആയിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മക്കളെ ഫസ്റ്റ് ലെറ്ററിൻ്റെ തമിഴ് ലെറ്റർ എടുത്തിട്ട് അതിൽ ആഡ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി കസ്റ്റമായിട്ടാണ് ആ സാധനം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ തന്നെ ആൾ കാണിച്ചു തന്ന റെഫറൻസിന് പോലെ തന്നെ ആൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഡിസൈന് സെറ്റാക്കി കൊടുത്തത്. പക്ഷേ ആൾക്ക് നല്ല ലുക്ക് ഉണ്ടാവും ചെയ്യും, കാരണം വലിയ തെറ്റില്ലാത്ത സ്കിന്നുമാണ്. പിന്നെ ആ ബോഡി പാർട്ടിൽ അത് സ്യൂട്ട് ആവണമുണ്ട്. പിന്നെ ഫ്യൂച്ചറിൽ ആൾ പുറമൊന്നും ഫുള്ള് കംപ്ലീറ്റ് ടാറ്റു ചെയ്യാൻ പ്ലാനിങ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഡിസൈൻ സെറ്റ് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഇനി പുതിയ ടാറ്റു ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും കൂടി സ്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുക. അപ്പോൾ ടാറ്റു ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്യൂച്ചർ പ്ലാനും കൂടി നോക്കിയിട്ട് വേണം ഓരോ സാധനങ്ങൾ ചെയ്ത് വെക്കാൻ കയ്യിലോ കാലിലൊക്കെ. അപ്പോൾ അതിന് ഏറ്റവും ബെറ്റർ നിങ്ങൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോയിലോ ആർട്ടിസ്റ്റിനോ കാണുകയെന്നുണ്ടെങ്കിൽ എത്ര ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് അത്രത്തോളം അയാൾ സെറ്റായിട്ടുണ്ടാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വർക്ക്, അതേമാതിരി ഡിസൈന് ന്യൂ ഐഡിയാസൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ അടിപൊളിയായിരിക്കും. എക്സ്പീരിയൻസ് എത്ര കൂട്ടണം അത്രത്തോളം ഐഡിയാസ് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്തു വെച്ച ഡിസൈന് ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് നമ്മൾ ഫൈനലി ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കറക്റ്റ് വരിക. ഫില്ലിങ് വർക്ക് ആയതുകൊണ്ട് നല്ല കട്ട ഫില്ലിങ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫ്ലാറ്റ് നീഡിൽ എടുത്തിട്ടില്ല. ഞാൻ RM ഫ്ലാറ്റ് നീഡിലോ യൂസ് ചെയ്യാതെ RS വെച്ചിട്ടാണ് ഈ സാധനം ഫില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോലി മെല്ലെ ചെയ്തെടുക്കണം. എന്താ വെച്ചാൽ സ്കിന്ന് കുറച്ചൊരു ടൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലോട്ട് കഴിഞ്ഞാൽ സ്കിന്ന് ഡാമേജ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്ലോ ആയിട്ടാണ് വർക്ക് പ്രോസസ്സ് ചെയ്യണത്. ആൾക്ക് പെയിനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, കൂളായിട്ട് തന്നെ ഇരുന്ന് തന്ന്. പിന്നെ ആളെ മൂവിത്തെ സ്റ്റോറീസും അതേപോലെ ട്രാവൽ ചെയ്ത സ്റ്റോറി, അതേപോലെ തമിഴ്നാട്ടിലത്തെ കുറേ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ സംസാരിച്ച് കൂളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലവർ ഒന്നും സംസാരിക്കില്ല ക്ലയൻറ്റ്, അപ്പോൾ നമുക്കൊരു വൈബ് ഉണ്ടാവില്ല. ഇത് ആൾ നല്ല കൂളായതുകൊണ്ട് വർക്ക് നൈസായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ വർക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ റഫ് സ്കെച്ച് ഇടുക ചെയ്തത്. ഇത് കംപ്ലീറ്റ്ലി റഫ് സ്കെച്ച് മെല്ലെ ഇട്ടിട്ട് RS വെച്ച് ഫുൾ ഫില്ല് ചെയ്തിട്ടാണ് ഈ വർക്ക് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ ടൈം എടുക്കും അറിയാലോ, കുറച്ച് ഗ്യാപ്പൊക്കെ ആൾക്ക് കൊടുക്കണം. ആളെവിടെ ആക്കിയിട്ട് ഫ്രണ്ട്സുമാരെല്ലാവരും പുറത്ത് പോയതാണ്. അവർ വരും, എന്താ വെച്ചാൽ ഇതെന്തായാലും ടൈം എടുക്കുമല്ലോ, നല്ല ടൈം എടുക്കും. അപ്പോൾ ആൾ ആ ടൈം ആകുമ്പോഴത്തേക്കേ വരുള്ളൂ. പിന്നെ ഓൾറെഡി വേറൊരു ഡിസൈന് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു പണി കിട്ടിയെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ഇതേപോലെ ഓൺ വോയിസ് കൊടുത്ത് ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് തന്നെ എടുത്തതാണ്. അപ്പോൾ ആ സമയത്ത് ക്യാമറ ഞാൻ ഓൺ ആക്കി വെച്ച്, പക്ഷേ റെക്കോർഡ് ബട്ടൺ ഞെക്കാൻ മറന്നുപോയി. അപ്പോൾ ആ കയ്യിലൊരു വർക്കും കൂടി ഉണ്ട്. അപ്പോൾ ആ വർക്ക് എനിക്ക് കംപ്ലീറ്റ്ലി ഒന്നും കിട്ടിയില്ല, ബ്ലാങ്ക് ആയിപ്പോയി. അപ്പോൾ ആ വിഷ്വൽസ് എനിക്ക് എന്തായാലും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ പുറത്തുള്ള വർക്കിൻ്റെ സാധനങ്ങൾ മാത്രമാണ് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ വീഡിയോയിൽ. അപ്പോൾ ആ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ബോഡി ബിൽഡറും ആണ്, അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ആ ഒരു മീഡിയ സെക്ഷനിൽ നല്ല വൈബ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്.
അപ്പോൾ അയാൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ കയ്യിലും കാണാൻ പാടില്ല, എന്നാൽ സിമ്പിളായിരിക്കണം. അപ്പോൾ അതിനേറ്റവും ബെറ്റർ കുറച്ച് ലൈനിങ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള കിടിലം വർക്കാണ്. അപ്പോൾ ഞാനത് കുറേ റെഫറൻസ് ഒക്കെ എടുത്ത് പിന്നെ കുറേ ജിയോമെട്രിക്കൽ ലൈൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് കൈയിൻ്റെ നമ്മളെ ബാക്ക് ഫോറാമിൽ ആണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല കിടിലൻ ഡിസൈനാണ്, അത് ലാസ്റ്റിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്കിന്ന് കുറച്ച് എന്താ പറയുക ഡ്രൈ ആയതുകൊണ്ട് കുറച്ച് എന്താ പറയുക ക്രീമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വർക്ക് പ്രോസസ്സ് ചെയ്യണത്. അപ്പോൾ ആൾ കൂളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പൊസിഷൻ ചേഞ്ച് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഇതന്നെ മതി എന്ന് പറഞ്ഞാൽ ഇതന്നെയാണ് എനിക്കും സുഖം. അത് കിടന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ്കാവും, സ്കിന്ന് കുറച്ച് ഇതാവും. അപ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെച്ച് ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ടി വരും. ഇത് ഓൾറെഡി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് സ്ട്രെച്ച്ഡ് ആയിട്ടാണുള്ളത്. അപ്പോൾ നല്ല ലൈനും കാര്യങ്ങളും അതേമാതിരി ഫൈനായിട്ടുള്ള ഫില്ലിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ മൂന്നാമതൊരു ടാറ്റും കൂടി വേണം. പക്ഷേ ടൈം എന്തായാലും എടുക്കും. ഇതന്നെ പാതിരാത്രി ആവും. അപ്പോൾ അത്രയും ടൈം നമ്മൾ ഉറക്കമൊക്കെ ഒഴിച്ച് ചെയ്യേണ്ടി വരും. ഇനി അപ്പുറത്തെ കയ്യിൽ അയാൾ പറഞ്ഞ ഡിസൈനും കൂടി സെറ്റ് ചെയ്യാം. പക്ഷേ അത് നെക്സ്റ്റ് ടൈമിൽ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആൾ എന്തായാലും കോൺടാക്റ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വർക്ക് രണ്ടും നമ്മൾ സെലക്ട് ചെയ്ത ഡിസൈനുകൾ ആൾക്ക് കാണിച്ചു കൊടുത്താൽ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഫൈനലി ഈ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആൾ ഡബിൾ ഹാപ്പി ആവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കിടിലൻ സാധനമാണിത് ഈ വർക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൾ ബാങ്കോങ്ങിലുള്ള കുറച്ച് സ്റ്റോറീസ് പറഞ്ഞത്. 15 വർഷം മുന്നേ ആൾ ചെയ്തൊരു വർക്കാണ് ആളെ ബൈസിലുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ കൂടുതൽ ടാറ്റു ആർട്ടിസ്റ്റുകളാണ്, മീൻസ് കുറേ ടാറ്റു സ്റ്റുഡിയോ ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ടൂറിസ്റ്റുകൾ പോണ സ്ഥലമാണ്. പക്ഷെ അവിടെയും ചീപ്പ് ടാറ്റു ഉണ്ട്, അതേപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടാറ്റു ഉണ്ട്. എക്സ്പെൻസീവ് ചീപ്പ് ടാറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റുവിന് കറക്റ്റായിട്ടൊരു പ്രൈസ് ഇല്ല സത്യം പറഞ്ഞാൽ. എന്താ വെച്ചാൽ ടാറ്റു മെറ്റീരിയൽ കോസ്റ്റ് കുറവാണ്, മെറ്റീരിയലിന് ഇങ്കിന് ഇതിനൊക്കെ കുറവാണ് വരുന്നത്. പക്ഷേ നമ്മൾ അത്രയും കുറഞ്ഞതിന് ഹൈ ആയിട്ടുള്ള പ്രൈസ് വരെ മേടിക്കും. അതിപ്പോൾ ഒരു പെയിൻറ്ററെ അതേപോലെ ഒരു ആർട്ടിസ്റ്റിൻ്റെ പെയിൻറ്റ് പോലെയോ, ഇപ്പോൾ ഡാവിഞ്ചിൻ്റെ ആയാലും അതേപോലെ നമ്മളെ കുറേ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ടാവും, പിക്കാസോ, രാജാരവിവർമ്മ, അവരൊക്കെ പെയിൻറ്റിനും അതേമാതിരി ക്യാൻവാസിനും എത്രയാണ് ഇപ്പോൾ റേറ്റ് വരിക. അപ്പോൾ ക്യാൻവാസ് എത്ര വലുത് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 1000-2000 റുപ്യേൻ്റെ ഉള്ളിൽ വരും. അതൊരു ഫ്രെയിം നല്ല സെറ്റാക്കാൻ ഒരു 500-600 റുപ്യ വരും. പിന്നെ പെയിൻറ്റിന് എത്രയാണ് വരിക, കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 200-300 റുപ്യ, പിന്നെ കുറച്ച് ബ്രഷും. ആകെ ചിലവ് വരുന്ന ഒരു 5000 റുപ്യയിൽ കുറവാണ്. പക്ഷെ ആ പിക്ചർ തന്നെ നമ്മൾ സെയിൽ ചെയ്ത് പോകണം എത്രയ്ക്കാണ്, ലക്ഷക്കണക്കിന് റുപ്യയ്ക്ക് പോകുന്നുണ്ട്. ക്രോസിന് വരെ മേടിക്കാൻ ആളുകളുണ്ട്. അത് ഓരോ ആർട്ടിസ്റ്റിൻ്റെ വാല്യൂ ആണ്. അയാൾ അതിന് സ്പെൻഡ് ചെയ്തിട്ടുള്ള ടൈമും അയാളെ സ്കില്ലിനുമാണ് നമ്മൾ ഫണ്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ അല്ല, നമ്മളെ സ്കിന്നിൽ ചെയ്യുമ്പോൾ സ്കിന്ന് ഡാമേജ് ആവാതെ ചെയ്യാന്നുള്ളൊരു കടമ കൂടി ഈ ഒരു സാധനത്തിലുണ്ട്. അത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ അത് പറ്റുള്ളൂ. കാരണം അവരാണ് കുറേ സ്കിന്നിൽ വർക്ക് ചെയ്യണത്. ഡ്രൈ സ്കിന്ന്, അതേപോലെ തന്നെ ഫാറ്റി ആയിട്ടുള്ള സ്കിന്ന്, ബ്രൗൺ സ്കിന്ന്, വൈറ്റ് സ്കിന്ന്, അതേപോലെ തന്നെ കുറേ പ്രോബ്ലംസ് ഉള്ള സ്കിന്ന്, അതിലൊക്കെ അവർ വർക്ക് ചെയ്ത് അവർക്ക് സ്കില്ലഡ് ആവും. അവർക്ക് അറിയാം എങ്ങനെ എന്ത് രീതിയിൽ ചെയ്യണം, ഏത് ഡിസൈൻ അവിടെ സ്യൂട്ടാവുന്നു കൂടി അവർക്ക് അറിയാം. ഇപ്പോൾ കുറച്ച് ഡാർക്ക് സ്കിന്നാണെന്നുണ്ടെങ്കിൽ അവർ ഫോറിൻ ആർട്ടിസ്റ്റുകൾ ചെയ്ത വർക്കുകളുണ്ട്. ഫോറിൻ സ്കിന്നിൽ ഫോറിൻ ആർട്ടിസ്റ്റുകൾ ചെയ്ത കളറിങ് വർക്കായിട്ടൊക്കെ ചില ക്ലയൻറ്റ്സ് വരും. പക്ഷെ അതൊന്നും നമുക്ക് ഒരിക്കലും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ഹീലിംഗ് ആയി കഴിഞ്ഞാൽ അത് ബോറാവും. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന് കറക്റ്റ് അറിയാം. അതുകൊണ്ടാണ് അവരത് വേണ്ട വേറെ ടാറ്റുലേക്കൊക്കെ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആർട്ടിസ്റ്റിൻ്റെ ഒരു ഡിസിഷനും കൂടി കേൾക്കുക. പിന്നെ അത്രയ്ക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുക. പക്ഷേ അതിൻ്റെ ഹീലിംഗ് റിസൾട്ടൊന്നും നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ഔട്ട്പുട്ട് ഒരിക്കലും കിട്ടൂല. ഇപ്പോൾ നമ്മളടുത്ത് ക്ലയൻറ്റ് വന്നിട്ട് ഇങ്ങനെ പറയാണ്. പക്ഷേ ചില ക്ലയൻറ്റിനോട് നമ്മൾ എത്ര തന്നെ പറഞ്ഞു കഴിഞ്ഞാലും അവർ അതിന് സമ്മതിക്കില്ല. അവർക്ക് അവർ സെലക്ട് ചെയ്ത ഡിസൈൻ തന്നെ വേണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ പറഞ്ഞിട്ട് ചെയ്തു കൊടുക്കും. ഇതിങ്ങനെയാണ്, ഇത് ആഫ്റ്റർ ഹീലിങ്ങിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അതാകുമ്പോൾ പിന്നെ നമുക്ക് പ്രോബ്ലം ഇല്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുമായി. പക്ഷേ മോസ്റ്റ്ലി എനിക്കൊക്കെ വരുന്ന ക്ലയൻറ്റിനെ ഞാൻ മാക്സിമം കൺവേർട്ട് ചെയ്യലുണ്ട്. മുന്നത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ടപ്പിൽ ഉള്ള ആർട്ടിസ്റ്റുകൾ കുറേ ഉണ്ട്. പക്ഷേ അവർക്കൊന്നും അങ്ങനെ അവർക്ക് സ്യൂട്ടായിട്ടുള്ള ഇപ്പോൾ കുറേ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറേയൊക്കെ പറ്റും. പക്ഷേ എന്നാലും അവരെ കറക്റ്റ് പ്ലേസ്മെൻറ്റിലും അതേമാതിരി സ്കിൻ കളറിനും സ്കിൻ ഷേപ്പിനൊക്കെ സ്യൂട്ടായിട്ട്
ബോഡി ഷേപ്പിനൊക്കെ സ്യൂട്ടായിട്ട് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്കില്ലഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ അത് പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എക്സ്പീരിയൻസ് വേണം. പിന്നെ ടാറ്റു ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളുകൾക്കും ഓരോ പോലെയാണ്. ചിലവർക്ക് ലൈനിങ് വർക്കായിരിക്കും ഇഷ്ടം, ചിലവർക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഫില്ലിങ് വർക്ക്, അതേപോലെ ഡോട്ട് വർക്ക്, ഷെയ്ഡിങ് വർക്കൊക്കെ ആയിരിക്കും ഇഷ്ടം. പക്ഷേ ഇപ്പോൾ ഷെയ്ഡിങ് വർക്ക് പോർട്രേറ്റൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അതൊക്കെ പോർട്രേറ്റൊക്കെ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് തന്നെ മനസ്സിലാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡൊക്കെ ഡള്ളാവും കുറേ കാലം കഴിഞ്ഞാൽ. പിന്നെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഉള്ളൊരു സാധനമാണ് ടാറ്റു. അപ്പോൾ നമ്മൾ കോസ്റ്റ് നോക്കരുത്. നല്ല ആർട്ടിസ്റ്റ് നല്ല ആർട്ടാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഫണ്ട് കൊടുക്കേണ്ടി വരും. പിന്നെ സ്ട്രീറ്റിലൊന്ന് പോയിരുന്ന് മാക്സിമം ഇത് ചെയ്യാതിരിക്കുക. അതൊക്കെയാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. കാരണം അതുകൊണ്ട് കുറേ സൂക്കേട്, അതേപോലെ തന്നെ ഹൈജീൻ അല്ലാത്തതുകൊണ്ടുള്ള പ്രോബ്ലവും, അതേമാതിരി നിങ്ങളെ സ്കിൻ തന്നെ കംപ്ലൈൻ്റ് ആവും. വൺ ടൈം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കിന്ന് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അത് ലൈഫ് ടൈം കൊണ്ടു നടക്കണം. പിന്നെ ലേസറൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അത് ഇത്രയും ഉണ്ട്, കംപ്ലീറ്റ്ലി പഴയ സ്കിന്നിൻ്റെ ഒരു ഇതിലേക്കൊന്നും വരൂല അത് എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും. പിന്നെ അത് ചിലവർക്ക് ഇതിപ്പോൾ നമ്മൾ ഡ്രഗ്സ് ഒന്നും കഴിച്ചിട്ട് ഒരിക്കലും ടാറ്റു ചെയ്യാതിരിക്കുക, റിഗ്രറ്റും വരും. ഇപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു ഡിസൈന് ഇപ്പോൾ ഒരാളെ ഫോഴ്സിലോ അല്ലാന്നുണ്ടെങ്കിൽ അത് ഇഷ്ടമല്ലാതെ ഒരു വൺ ടൈം തിങ്കിങ്ങിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നേക്ക് നമുക്ക് വിഷമാവും ഇത് കാണുമ്പോൾ. അയ്യോ ഇത് വേണ്ടായിരുന്നു എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും. അപ്പോൾ നിങ്ങൾ ടാറ്റു ചെയ്യുമ്പോൾ നല്ല ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. മാക്സിമം നെയിമുകൾ ഒഴിവാക്കുക. ടാറ്റു ഇപ്പോൾ ലവേഴ്സിൻ്റെ, അതേപോലെ ബെസ്റ്റി, അങ്ങനെയൊക്കെ ഉള്ള നെയിം, അവരുടെ പോർട്രേറ്റ് കാര്യങ്ങളൊന്നും ചെയ്യരുത്. നെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ, അച്ഛൻ്റെ ചെയ്തോ അമ്മയുടെ ചെയ്തോ, ഇനി നിങ്ങൾ തന്നെ ചെയ്തോ. അതൊന്നും ഫ്യൂച്ചറിലേക്ക് ഒരു പ്രശ്നം വരില്ല. പിന്നെ ചിലവരുണ്ട് എന്താ പറയുക, ഫ്രണ്ട്സിൻ്റെ അതേമാതിരി ലവേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ ചെയ്യണ കുറേ ആളുകളുണ്ട്. നമുക്ക് തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചെയ്ത് 1 വീക്ക് കഴിഞ്ഞിട്ട് കവറപ്പിനൊക്കെ വന്ന ആളുകളുണ്ട് ക്ലൈൻറ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലവ് അതൊന്നും ജെനുവിൻ അല്ല എന്ന് പറഞ്ഞാൽ എല്ലാതും അങ്ങനെയാണെന്നല്ല, ഒട്ടുമിക്കതും ഇപ്പോൾ അങ്ങനെയാണ്, ടെമ്പററി ആണ് ഒക്കെ. അത് ഓർത്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബോഡിയിൽ കുത്തി വരയ്ക്കാതെ ഇരിക്കുക, മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്ത് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ. പിന്നെ ഒരു ഡിസൈന് നിങ്ങൾ സെലക്ട് ചെയ്താൽ അത് ആർട്ടിസ്റ്റിനോട് കൂടി ചോദിച്ച് അവരെ എന്താ പറയുക ഡിസിഷനും കൂടി നോക്കിയിട്ട് വേണം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ടാറ്റു കിട്ടും. പിന്നെ ടാറ്റു അടിച്ചാൽ മാത്രം പോരാ, ആഫ്റ്റർ കെയർസും യൂസ് ചെയ്യണം. അതിൽ കുറേ ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റു ഷൈനാവും ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറേ പ്രൊഡക്റ്റ് മാർക്കറ്റിലുണ്ട്. പക്ഷെ ചിലതൊന്നും വർക്കല്ല. പിന്നെ ടാറ്റു ഒരിക്കലും ഷൈനിങ് ആവണില്ല, നിങ്ങളെ സ്കിന്ന് ഒന്ന് ബ്രൈറ്റ് ആവുന്നതാണ്. അപ്പോൾ ടാറ്റും തെളിഞ്ഞ് കാണുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ടാറ്റു നമ്മളെ സെക്കൻഡ് ലെയറിലാണ് വരുന്നത്. പിന്നെ അതിൻ്റെ പുറത്ത് വരുന്ന തൊലിയുടെ ഉള്ളിലൂടെയാണ് നമ്മളിത് വിസിബിൾ ആവുക. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ടാറ്റു ഷോ ചെയ്യുക. പിന്നെ നല്ല സൺലൈറ്റ് തട്ടാതിരിക്കുക, അത് മാക്സിമം സൺലൈറ്റ് അവോയ്ഡ് ചെയ്യുക. അത് പെട്ടെന്ന് ടാറ്റു ഡള്ളാക്കും. പിന്നെ വൈറ്റ് സ്കിന്നിലാണ് കൂടുതൽ ടാറ്റു കാണാൻ രസം. പക്ഷേ അതെന്ന് വെച്ചിട്ട് ബ്ലാക്ക് സ്കിന്ന് അതേമാതിരി ബ്രൗൺ സ്കിന്നിൽ ടാറ്റു ചെയ്യാൻ പാടില്ല എന്നല്ല, അതിലും അതിൻ്റെതായ രസമുണ്ട്. അതിനായിട്ടുള്ള ഡിസൈന് കാര്യങ്ങളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. പിന്നെ എനിക്ക് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടാറ്റു സ്റ്റുഡിയോയിൽ പോകുമ്പോൾ ജസ്റ്റ് അവരെ പ്രൊഫൈല് അതേപോലെ അവർ ചെയ്ത വർക്ക് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ട് പോവുക. ഇനി അങ്ങനെ തന്നെ നോക്കിയാലും അയാൾ തന്നെയാണോ ചെയ്യണമെന്നൊന്ന് വെരിഫൈ ചെയ്യുക. മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ പ്യുവർ ബിസിനസ് പോലെ ചെയ്യണുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഫണ്ട് എന്നുള്ള ലെവലിൽ ഈ ടാറ്റു ആർട്ടിസ്റ്റുകളൊക്കെ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് കുറേ ആളുകളുണ്ട്. പക്ഷെ അവർ എക്സ്പീരിയൻസ്ഡ് ആവൂല. അവരെ വർക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ടും നമ്മളിവിടെ ഉള്ള ആളുകൾക്ക് കുറച്ച് ടാറ്റു എഡ്യൂക്കേഷൻ വളരെ കുറവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ ആളുകൾ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിലും എനിക്കും കുറേ തെറ്റുകൾ വന്നിട്ടുണ്ടാവും നമ്മൾ സ്റ്റാർട്ടപ്പ് ടൈമിൽ. ഇപ്പോഴും ഞാൻ ഫുൾ പെർഫെക്റ്റ് ഒന്നുമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മളിതിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ആർട്ടിസ്റ്റിനെ ചൂസ് ചെയ്യുമ്പോൾ അത് നല്ല ഒരു ആർട്ടിസ്റ്റിനെ തന്നെ ചൂസ് ചെയ്യുക, അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മൾ വർക്ക് എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അപ്പോൾ ആള് നല്ല കൂളായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് നമ്മൾ ചെറിയ റെസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. മോസ്റ്റ്ലി പെട്ടെന്ന് കംപ്ലീറ്റ് എന്താ വെച്ചാൽ നൈറ്റിലാണ് ഇത് ചെയ്തത്. അപ്പോൾ ഓവർ ലൈറ്റ് ആക്കാൻ പറ്റില്ല, അവർക്ക് അവിടത്തേക്ക് തന്നെ പോകാനുള്ളത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചാണ് ഇത് ചെയ്തത്. എന്നാൽ ഓവർ ഫാസ്റ്റ് ആക്കാനും പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ വീഡിയോ കയ്യിൽ ചെയ്തതിൻ്റെ വീഡിയോ ഫുട്ടേജ് ഒന്നും കിട്ടിയിട്ടില്ല.
ഈ പുറത്തുള്ള ഡിസൈൻ മാത്രമേ ഉള്ളൂ. ബ്ലീഡിങ് ഉണ്ടായിരുന്നു ലൈറ്റ്ലി മാത്രം, ഒന്ന് എന്താ പറയുക, അങ്ങനെ ഓവർഫ്ലോ ആയിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെ ലൈറ്റായിട്ട് ഇവിടെയുള്ള കണ്ടോ അവരുടെ ഫ്രണ്ട്സുമാരൊക്കെ കൂടെ വന്ന് കിടന്നുറങ്ങി. എന്താ വെച്ചാൽ നൈറ്റ് ആയിട്ടുണ്ട്. മനീഷേണ്ട അതാ വീഡിയോ പിടുത്തത്തിൻ്റെ ഇതിലാണ്. അപ്പോൾ ഇവർ പല ടൈപ്പിലാണ് വീഡിയോ പിടിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മൂവി റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ കാണാത്ത പെർസ്പെക്റ്റീവിലൊക്കെ ഉള്ള പോസുകളാണ് അവർ, ഫ്രെയിമുകളാണ് അവർക്ക് കാണുന്നത്. അപ്പോൾ പല ടൈപ്പിൽ അവർ വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കയ്യിലുള്ളതും ഈ വർക്കിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം. പിന്നെ ടാറ്റു ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഈ വീഡിയോ ടാറ്റു ആർട്ടിസ്റ്റിനും ടാറ്റു ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ കുറേ വീഡിയോ ഇട്ട് നമ്മളെ ടാറ്റു ലവേഴ്സിന്, ടാറ്റു ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ള വീഡിയോ ഇട്ട് ഞാൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ടാറ്റു വർക്ക്ഷോപ്പ്, PSCൻ്റെ ഒക്കെ വർക്ക്ഷോപ്പ് നമ്മൾ ഭാവിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനൊരു പ്ലാനിങ് ഉണ്ട്. ടാറ്റു ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവരൊക്കെ അവിടെ കൂടെയുള്ള ബ്രോമാരാട്ടോ, എല്ലാവരും നമ്മളെ കട്ട കമ്പനീസാണ്. അപ്പോൾ വർക്ക് തീരുങ്കാട്ടി മുന്നേ തന്നെ ആൾ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഫൈനലി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വൈപ്പിംഗ് പരിപാടിയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ആൾ പല പോസ് ചെയ്യുക, വീഡിയോ എടുത്തോ, ഏതാ നല്ലതായത് അത് അനുസരിച്ച് നിങ്ങൾ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പല ടൈപ്പ് കിടിലം പോസിലാണ് ആൾ പോസ് ചെയ്ത് തരുന്നത്. കണ്ടോ, വർക്ക് നിങ്ങൾ നോക്കിക്കോ, നല്ല ലുക്ക് ഉണ്ട് ആ ബോഡിയിൽ. ഫോട്ടോഗ്രാഫിയൊക്കെ വീഡിയോഗ്രാഫിയൊക്കെ എടുക്കുമ്പോൾ നൈസ് ലുക്കാവും. ഇതാണ് നമ്മളെ കിടിലം കസ്റ്റമൈസ് വർക്ക്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആളൊരു ക്യാമറ ലവറാണ്, ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളാണ്, വീഡിയോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അതിന് മുമ്പേ കൈക്ക് സ്യൂട്ടായിട്ട് കംപ്ലീറ്റ്ലി കസ്റ്റമായിട്ടുള്ള ഡിസൈനാട്ടോ ഇത്. തിക്ക് ലൈനിലാണ് ചെയ്തത്. ഹീലായി കഴിഞ്ഞാലും അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ബൈ പറയാണ്, കാരണം നമ്മളെ വർക്ക് ഫിനിഷായി. ഇനി അടുത്ത വർക്കിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കാണാം. ടാറ്റ, ബൈ ബൈ.